ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പക്കോടയാണ്. ഇതിനു വേണ്ടി എല്ലില്ലാത്ത ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കണം. ചിക്കന് വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് തന്നെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടര സ്പൂണ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് ഓണിയന് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ്. ഇത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും 2 ചെറിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയാണ്, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് തന്നെ നന്നായി കുഴച്ചെടുക്കാം. ഇത് കുറച്ച് ലൂസ് തോന്നുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 5 സ്പൂൺ കടലപ്പൊടിയും 2 സ്പൂൺ മൈദപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ കുറച്ചായി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചുട്ടെടുക്കാൻ. ഒരു ഭാഗം റെഡിയായി വരുന്നുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും നമുക്ക് മാറ്റിയെടുക്കാം. ബാക്കിയുള്ളത് കൂടി നമുക്ക് നേരത്തെ പോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഗസ്റ്റ് ഒക്കെ വന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ഒരു ഭാഗമായിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് തിരിച്ചു മറിച്ചിട്ട് നേരത്തെ പോലെ തന്നെ റെഡിയാക്കി എടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ.
അപ്പോഴാണ് നമുക്കിത് നല്ല ക്രിസ്പി ആയി കിട്ടുക. അങ്ങനെ നമ്മുടെ ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വളരെ ഈസി അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായല്ലോ? ട്രൈ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.